സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് എൻ ഇ പിയുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ടൊന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാന്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രി 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പോ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിലൊരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എന്റെ 2ാമത് ചോദ്യം, എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തില്ല 8 മാസമായിട്ട്? രണ്ടും ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്തില്ല. നിങ്ങളൊരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളും ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങള് തീരുമാനം എടുക്കും. ഞങ്ങളുടെ തീരുമാനം എന്താ? കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും പറഞ്ഞു.